എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ് അതാണ് ടോപ്പിക്കിന്റെ പേര്. കഴിഞ്ഞ ദിവസം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് അഡീഷൻ പഠിച്ചിരുന്നു. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി, ആ രൂപത്തിലാണ് പഠിച്ചത്. ഇപ്പൊ നമ്മൾ ഡിഫറൻസിന്റെ ആണ്. അതായത് ചില കേസിൽ പ്രോഡക്റ്റ് കാണാൻ ഡിഫറൻസ് ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും എളുപ്പമായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 98 ഇൻറ്റു 98 ഇൻറ്റു 15. ഈ 98 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 100 മൈനസ് 2 ആണ് 98. അപ്പൊ 115 നിന്ന് 215 കുറച്ചാൽ മതി. 115 എന്ന് പറഞ്ഞാൽ 1500 വരും അല്ലേ? 215 എന്ന് പറഞ്ഞാൽ 30 വരും. 1500 30 കുറച്ചാൽ 1470 കേട്ടോ. 100 മൈനസ് 2 ഇൻറ്റു 15 അപ്പോ 1470 എന്ന് നമുക്ക് എളുപ്പത്തിൽ കണക്ക് കൂട്ടാം അല്ലേ? മനസ്സിൽ കണക്ക് കൂട്ടാൻ പറ്റിയില്ലേ? അപ്പൊ ഇതുപോലെ വേറെ ഒരു ഉദാഹരണം നോക്കിയേ. 29 ഇൻറ്റു 8. ഈ 29 ഇൻറ്റു 8 എന്ന് പറയുമ്പോഴോ 29 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 29 ടൈംസ് ഓഫ് 8 ആണ്. അത് 30 ടൈംസ് ഓഫ് 8 ൽ നിന്ന് 8 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 30 മൈനസ് 1 ഇൻറ്റു 8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 30 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു 8. 30 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര? 240 240 നിന്ന് 8 കുറയ്ക്കുക, അതായത് 232 ആണ് ആൻസർ. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കണക്കൂട്ടാൻ നമുക്ക് എളുപ്പം. അപ്പൊ വേറൊരു സംഖ്യ നോക്കാം. 26 ഇൻറ്റു 17. ഇവിടെ നമ്മള് ഒരു സംഖ്യ മാത്രമേ നമ്മൾ ഡിഫറൻസ് ആയിട്ട് എടുത്തോളൂ. ഇത് നമുക്ക് രണ്ടും ഡിഫറൻസ് ആയിട്ട് എടുത്തു നോക്കാം. 26നെ 30 മൈനസ് 4 എന്ന് എഴുതാം. അതുപോലെ 17നെ 20 മൈനസ് 3 എന്ന് എഴുതാം. അപ്പൊ 30 മൈനസ് 4 ഇൻറ്റു 20 മൈനസ് 3. ക്ലിയർ ആയല്ലോ? നമുക്കത് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 30 സെന്റിമീറ്റർ ലെങ്തും 20 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് 4 സെന്റിമീറ്റർ കുറയ്ക്കണം. ഏതാ? നീളം 4 സെന്റിമീറ്റർ കുറയ്ക്കുക, വീതി 3 സെന്റിമീറ്റർ കുറച്ചത്. ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ കട്ട് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 4 സെന്റിമീറ്റർ നീളവും കുറയ്ക്കണം, 3 സെന്റിമീറ്റർ വീതിയും കുറയ്ക്കണം. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട 26 ഇൻറ്റു 70 എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഇത് കാണുന്നതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ മതി? ഈ 30 ഇൻറ്റു 20 വരുന്ന ഈ റെക്ടാങ്കിളിൽ നിന്ന് 3 ഇൻറ്റു 30 വരുന്ന ഈ റെക്ടാങ്കിളും 4 ഇൻറ്റു 20 വരുന്ന ഈ റെക്ടാങ്കിളും സബ്ട്രാക്ട് ചെയ്തിട്ട് അതില് ഈ പാർട്ട് 2 പ്രാവശ്യം വരുന്നത് ഒന്നിച്ചങ്ങോട്ട് തിരിച്ച് ആഡ് ചെയ്യണം. അപ്പൊ നോക്കിയേ, ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ 30 ഇൻറ്റു 20, അതിൽ നിന്ന് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ 30 ഇൻറ്റു 3 സബ്ട്രാക്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ 20 ഇൻറ്റു 4, ഇത് 20 ആണ്, ഇത് 4 ആണ്, അത് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഇത് 2 പ്രാവശ്യം വന്നു. അപ്പൊ 4ഉം 3ഉം 4 ഇൻറ്റു 3 അത് തിരിച്ച് ആഡ് ചെയ്തു. അപ്പൊ നോക്കിയാൽ എന്താ ഇത്? 30യും 20യും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 30 ഇൻറ്റു 3 സബ്ട്രാക്ട് ചെയ്തു. 4 ഇൻറ്റു 20 സബ്ട്രാക്ട് ചെയ്തു. 4 ഇൻറ്റു 3 ആഡ് ചെയ്തു. അതായത് അറ്റത്തുള്ള, അതായത് ഈ 30 ഇൻറ്റു 20യും 4 ഇൻറ്റു 3യും അത് രണ്ടും ആഡ് ചെയ്യാണ്. 30 ഇൻറ്റു 3യും 4 ഇൻറ്റു 20 സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തത്. ഇതിന്റെ ജനറൽ ആയിട്ടൊന്ന് ഫോർമുലയായിട്ട് പോവാം. അപ്പൊ ഇതാ ഒരു റെക്ടാങ്കിള്, ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് യു ആണ്. അപ്പോൾ നമ്മൾ ഫോർമുലയായിട്ട് പോയാൽ യുവും വിയും എക്സും വൈ ഒക്കെ വെച്ചുള്ള ഫോർമുലയായിട്ട് പോവാണ്. എക്സ് യൂണിറ്റ് ലെങ്തും യു യൂണിറ്റ് വീതിയുമുള്ള ഒരു റെക്ടാങ്കിൾ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ റെക്ടാങ്കിളിൽ നിന്ന് വൈ യൂണിറ്റ് നീളം അങ്ങോട്ട് കട്ട് ചെയ്യണം, വീതി വി യൂണിറ്റ് കട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് എക്സ് മൈനസ് വൈ എന്നുള്ള ഇത്രയും, യു മൈനസ് വി എന്നുള്ള ഇത്രയും. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും കുറച്ചിട്ട് ഈ ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ നോക്കുക, ചെറിയ റെക്ടാങ്കിളിന്റെ ഏരിയ എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വലിയ റെക്ടാങ്കിളിന്റെ നീളം എക്സ് ആണ്, വീതി യു ആണ്. അപ്പൊ എക്സ് യു. അതിൽ നിന്ന് ഏതൊക്കെ പോകണം? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ പോകണം. അതായത് ആ റെക്ടാങ്കിൾ ഏരിയ എക്സ് ആണ് നീളം, വി ആണ് വീതി. അപ്പൊ എക്സ് വി കുറച്ചു. പിന്നെ ഏത് പോകണം? ഇത് പോകണം. അതായത് യു നീളവും വൈ വീതിയും, വൈ യു പോകണം. പിന്നെ ഏത് കൂടണം? വൈ വി, അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കൂട്ടണം. കാരണം ഈ റെക്ടാങ്കിളിലും ഇത് വന്നിട്ടുണ്ട്, ഈ റെക്ടാങ്കിളിൽ ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും പാർട്ട് 2 പ്രാവശ്യം കുറച്ച് കളഞ്ഞിട്ടുണ്ട്. ആ 2 പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്ത് 1 പ്രാവശ്യം തിരിച്ചാഡ് ചെയ്തു. അതാണ് അപ്പൊ ചെയ്ത ഫോർമുല നോക്കിയേ. എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി എന്നതിനെ എക്സ് യു മൈനസ് എക്സ് വി
മൈനസ് വൈ യു പ്ലസ് വൈ വി എന്നെടുക്കാം. അതായത് എന്താ ചെയ്തെന്ന് നോക്കിയേ, ഈ ആദ്യത്തെ രണ്ട് നമ്പേഴ്സും അവസാനത്തെ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്തു ആഡ് ചെയ്തിരിക്കുന്നത്. എക്സ് യുവും വൈ വിയും ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി എക്സ് വിയും വൈ യുവും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കാം ഒരു എക്സാമ്പിൾ നോക്കിയോ. ഇപ്പൊ 38 × 49. 38 × 49 നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അത് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മള് 38നെ 40 - 2 അല്ലെ, 40 2 കുറയ്ക്കുന്നതാണ്. 49 50 - 1. അപ്പൊ രണ്ട് ഡിഫറൻസസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോഴോ 40 × 50 മൈനസ് 40 × 1 മൈനസ് 2 × 50 പ്ലസ് 2 × 1. അപ്പൊ ചെയ്തത് കണ്ടില്ലേ, 40 × 50 അതുപോലെ 2 × 1 അത് രണ്ടും ആഡ് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം 40 × -1 എന്ന് പറഞ്ഞാൽ -40, 2 × 1 എന്ന് പറയുന്നത് -2 × -50 എന്ന് പറഞ്ഞാൽ -100. അത് സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടി നോക്കിയേ 2000 -40 -100 പ്ലസ് 2. അപ്പൊ അത് 1862 എന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരെണ്ണം നോക്കാം. 47 × 99. 47 നമുക്ക് 50 - 3 എന്ന് എഴുതാം. 99 100 - 1 എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ 50 × 100 മൈനസ് 50 × 1 മൈനസ് 3 × 100 പ്ലസ് 3 × 1. അപ്പൊ നോക്കിയേ 50 × 100 എന്ന് പറഞ്ഞാൽ 5000 ആണ്. അതിൻ്റെ കൂടെ ഈ 3യും കൂടി ആടുമ്പോൾ 5003 വരും. ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. 100ഉം 50യും 350 350 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ വി ഗെറ്റ് 4653. ഒരു എക്സാമ്പിൾ നോക്കാം. 9.5 × 19.5. ഈ 9.5നെ 9.5 എന്നുള്ള 10 - 1/2, 19.5 എന്നുള്ള 20 - 1/2. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 10 - 1/2 × 20 - 1/2 എന്ന് എഴുതാം. ഈ 10 - 1/2 × 20 - 1/2 ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോഴോ 10 × 20 10 × 1/2 1/2 × 20 1/2 × 1/2. അപ്പൊ 1/2 × 1/2 കൂട്ടുകയാണ് ചെയ്യേണ്ടത്, ബാക്കിയെല്ലാം സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 10 × 20 200. 10ന്റെ ഹാഫ് 5 സബ്ട്രാക്ട് ചെയ്തു. 20യുടെ ഹാഫ് 10 സബ്ട്രാക്ട് ചെയ്തു. 1/2 × 1/2 1/4 ആഡ് ചെയ്തു. അപ്പൊ നോക്കിയേ 200 നിന്ന് 5ഉം 10ഉം 15 സബ്ട്രാക്ട് ചെയ്തു. 185 ആയി. 185ന്റെ കൂടെ 1/4 ആഡ് ചെയ്തു. 185 ആൻഡ് 1/4 ആണ് ഇതിന്റെ ആൻസർ. വേറൊരു എക്സാമ്പിൾ നോക്കിയോളൂ. 29 × 46. 29 നമുക്ക് 30 - 1 എന്ന് എഴുതാം. 46ന് 50 - 4 എന്ന് എഴുതാം. അപ്പൊ 30 - 1 × 50 - 4. ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. 30 × 50 മൈനസ് 30 × 4 മൈനസ് 1 × 50 പ്ലസ് 1 × 4. അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇതുപോലെ കുറച്ച് എക്സാമ്പിൾ എടുത്ത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഡിഫറൻസസിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇത് ഉപയോഗിച്ചുള്ള കൂടുതൽ പ്രോബ്ലം അടുത്ത ക്ലാസ്സിലാകാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.